എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 9 ശ്ലോകം 10, 11, 12, 13, 14, 15, 16 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ കണ്ണന്റെ മുഖം കണ്ടപ്പോ യശോദമ്മയ്ക്ക് പാവം തോന്നി. വടി വേഗം ദൂരെ കളഞ്ഞു. ഈ വടി ഉള്ളത് കൊണ്ടാണ് ഓടണച്ച വേണ്ട, ശിക്ഷിക്കണില്ലാന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വടി വേഗം കളഞ്ഞു. പാവം തോന്നി. എന്നാലും കണ്ണൻ സ്പീഡ് കുറച്ചു എന്നല്ലാണ്ട് ഓടന്നെ തിരിഞ്ഞു നോക്കണുണ്ട്. അപ്പൊ അമ്മ വടി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ കുറച്ചൊരു മുഖത്തൊരു സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട്, കുസൃതി കൂട്ടൻ. അങ്ങനെ യശോദ പിന്നാലെ ഓടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. അന്വഞ്ചമാനാ ജനനേ ബൃഹച്ചലൽ ശ്രോണീഭരാക്രാന്തഗതിസ്സു മധ്യമാ ജവേന വിശ്രംസിതകേശബന്ധനച്യുതപ്രസൂനാനുഗതി പരാമൃശൽ. ഭഗവാനെ പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പിന്നാലെ ഓടുന്ന ആ യശോദ വല്ലാതെ വിഷമിക്കണം. എന്താ വെച്ചാൽ നല്ല തടിയുണ്ട് യശോദയ്ക്ക്. പിന്നെ പ്രായം കുറച്ചുണ്ടല്ലോ, കുറെ പ്രായമായിട്ടാണല്ലേ പ്രസവിച്ചിരിക്കുന്നത്. അപ്പൊ ഓടാൻ പറ്റണില്ല, പാവം കിതക്കിയാണേ. ഉണ്ണിക്ക് ഇങ്ങനെ ഓടാൻ ഒരു വിഷമമില്ലല്ലോ. യശോദയ്ക്ക് പാവം ഓടി ശരിക്കും പറഞ്ഞാൽ തളരാറായി. ഇങ്ങനെ കുളിക്കുന്നുണ്ട്. തലമുടി കെട്ട കഴിഞ്ഞു. അതില് ഉള്ള മുല്ലപ്പൂക്കൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വീഴത്ര. അപ്പൊ അതിങ്ങനെ കാണുമ്പോ യശോദയുടെ പിന്നാലെ ഇങ്ങനെ പൂക്കള് ഓടുകയാണോ പുഷ്പവൃഷ്ടി നടത്തുകയാണോ എന്നിങ്ങനെ തോന്നുന്നു. കുറച്ചങ്ങോട്ട് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോ പിടിക്കാൻ പറ്റി. വേഗം ഭഗവാൻ ഇത്തിരി സ്പീഡ് കുറച്ചു. പാവം തോന്നി അമ്മോട്. കൃതാഗസം തം പ്രരുദന്തമക്ഷിണി കഷന്തമഞ്ജന്മഷിണി സ്വപാണിന ഉദ്വീക്ഷമാണം ഭയവിഹ്വലക്ഷണം ഹസ്തേ ഗൃഹീത്വാ ഭിഷയന്ത്യവാഗുരൽ. കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ള വിചാരമുണ്ട്, ചെയ്തത് തെറ്റാണെന്നൊക്കെ ഉള്ള ഒരു വിചാരമുണ്ട് കണ്ണന്. അതുകൊണ്ട് അമ്മക്ക് ഇങ്ങനെ എന്നോട് നല്ല കരുണ തോന്നണം. ശിക്ഷയ്ക്ക് ഒത്തിരി കാഠിന്യം കുറയ്ക്കണ്ട. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കണ്ണൊക്കെ അങ്ങോട്ട് അമർത്തി തിരുമ്മി. അപ്പൊ ആ കണ്ണിലെ കൺമഷിയൊക്കെ മുഖത്തൊക്കെയാണ് വളർന്ന് മുഖം കൊണ്ട് ഇങ്ങനെ ശരിക്കും തന്നെ കരയണ മാതിരിയൊക്കെ കാണിച്ചു. രണ്ട് കൈ കൊണ്ടും അങ്ങോട്ട് തിരുമ്മിയപ്പോ എന്താ, അത് മുഴുവനും മുഖത്തൊക്കെ അങ്ങോട്ട് പരന്നു. എന്നിട്ട് കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ച് പേടിക്കണ മാതിരി തുറച്ചു നോക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവങ്ങളൊക്കെ അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ട് പിളുത്തുന്നുണ്ട്. യശോദമ്മ പറഞ്ഞു. അതും കൂടി കണ്ടപ്പോ യശോദമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് പാല്, വെണ്ണ, തൈര് ഇതൊന്നും തരില്ല, ഒട്ടും തരില്ല. വീട്ടിന്റെ ഉള്ളില് നിന്നെ ഞാൻ അടച്ചിടും. കളിക്കാനും പോയാലല്ലേ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുള്ളൂ. കളിക്കാനും വിടില്ല, കളിക്കാനുള്ള സാധനങ്ങൾ തരില്ല. മുറിയിൽ നിന്നെ അടച്ചു കൂട്ടിയിടാൻ പോവാ. ആഹാ, നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വരട്ടെ, അവരെയൊന്നും കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു യശോദ. തെക്വായഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭഗവത്സല യേഷ കില തം ബദ്ധും ദാംനാതൽ വീരകോവിദ. ഉണ്ണിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കണത്. അയ്യോ, വടിയിട്ടിട്ട് തല്ലു എന്ന് വിചാരിച്ചിട്ടാണ്. അത് കാരണമാണ് വേഗം വടിയൊക്കെ വലിച്ചെറിഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, തല്ലണ്ട, കെട്ടിയിടാം എന്ന് വിചാരിക്കണം. തല്ലണേക്കാൾ ഭേദമാണല്ലോ കെട്ടിയിടണത് എന്ന് വിചാരിച്ച് ഭഗവാന്റെ വീരത്തിന്റെ അറിയണു. പാവം യശോദ, എന്റെ ഉണ്ണി, എന്റെ കണ്ണൻ എന്ന് മാത്രമേ അപ്പോഴേ വിചാരമുള്ളൂ. ആ വിശ്വദർശനമൊക്കെ അതൊക്കെ മറന്നുപോയി. ഭഗവാൻ തന്നെ മായയിൽ പെടുത്തിരിക്കല്ലേ. അങ്ങനെ കയറുകൊണ്ട് കെട്ടിടാന്ന് അങ്ങോട്ട് വിചാരിച്ച് യശോദ കണ്ണനെ പിടിച്ചിട്ടാണ് പോവാണ്. ആഹാ, കാണിച്ചു തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം മറന്നു. വായയില് വിശ്വം കണ്ടതും ഈശ്വരനാണെന്ന് വിചാരിച്ചതും ഒക്കെ മറന്നു. പാവം യശോദ. ഇങ്ങനെ വികൃതി കാണിക്കണേ ഉണ്ണി, ഇനി എന്തെങ്കിലും ഒന്ന് ശിക്ഷ കൊടുക്കാതെ പറ്റില്ല എന്നാണ് വിചാരിച്ചിട്ട് ആ കെട്ടിയിടാൻ പോണത്. ന ചാന്തർ ന ബഹിർയസ്യ ന പൂർവം നാവിചാപരം പൂർവാപരം ബഹിശ്ചാന്തർ ജഗതോയോ ജഗത്
ചർച്ചയ തം മത്വാത്മജമവ്യക്തം മർത്യലിംഗമഥോക്ഷജം ഗോപികോലൂകലേ ദാംന ബബന്ധ പ്രാകൃതം യഥാ. ആ മാതാവിന്റെ ഉള്ളിലുള്ള സ്നേഹം, ഭഗവാനെ ബന്ധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആരെങ്കിലും അതിന് പുറപ്പെടുവോ? പക്ഷേ ആ അമ്മയുടെ ആ നിഷ്കളങ്കമായ സ്നേഹം, അതുകൊണ്ടാണ് ഭഗവാൻ ബന്ധിക്കാനായിട്ട് സമ്മതിച്ചത് എന്ന് പറയണു. ഈ വിശ്വം മുഴുവൻ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ആ ഭഗവാൻ, ഉള്ളും പുറവും മുൻഭാഗവും പിൻഭാഗവും മുൻകാലവും പിൻകാലവും ഇല്ലാതെ ഇരിക്കുന്ന വസ്തുവാണ് ഭഗവാൻ. ലോകത്തിന്റെ ഉള്ളിലും പുറത്തും ഉള്ളവനാണ്. ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പും അതിനുശേഷവും എന്ന് തന്നെയല്ല, ലോകരൂപമായി തന്നെ ഇരിക്കുന്ന ആ ഭഗവാൻ. ആ ഭഗവാനെ എങ്ങനെയാ ബന്ധിക്കാൻ സാധിക്കുക? പക്ഷേ ഭഗവാൻ അനുകൂലിച്ചു യശോദയുടെ അടുത്ത്. എങ്ങനെയാ? ബന്ധവും മുക്തിയും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അജ്ഞാനികളുടെ ദൃഷ്ടിക്ക് അങ്ങനെ തോന്നണതാണ്. അതുകൊണ്ട് നിത്യമുക്തനായ ഭഗവാൻ തന്റെ മാതാവിന്റെ ഇച്ഛ സാധിപ്പിക്കാൻ ബന്ധനത്തിൽ ഇരിക്കുന്നവനെ പോലെ മറ്റുള്ളവർക്ക് കാണപ്പെട്ടു. അല്ലാതെ ഭഗവാനെ ബന്ധിക്കാൻ ആർക്കും സാധിക്കില്ല. യശോദയ്ക്ക് എന്താ? എന്റെ ഉണ്ണി, എന്റെ പുത്രൻ എന്ന് സാധാരണ മക്കളെ അമ്മമാര് ബന്ധിക്കണ മാതിരി ആ പിടിച്ചു കെട്ടണ ആഗ്രഹിച്ച യശോദ പുത്രനെ ആ ഉരലോട് ചേർത്ത് അങ്ങോട്ട് കെട്ടി. അതെങ്ങനെയാ കെട്ടിയതെന്നത് പിന്നെ പറയണു. തദ്ദാമബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസ ദ്വംഗുലോ നമഭൂത്തേന സന്തതേ അന്യച്ച ഗോപിക. അത് ഈ ഉണ്ണി തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ശാസിക്കാണ്ടിരുന്നാൽ സ്വഭാവം ചീത്തയാവില്ലേ? അതുകൊണ്ടാണ് തന്റെ കുറ്റക്കാരനായിട്ടുള്ള തന്റെ പുത്രനെ ഇപ്പോ ശിക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ആ ഗോപിക. അങ്ങനെ ഒരു കയറെടുത്തിട്ട് ഉരലോട് ചേർത്ത് കെട്ടിയിടാൻ നിശ്ചയിച്ചിട്ട് കയറ് പുത്രന്റെ അരയിൽ കൂടി അങ്ങോട്ട് കെട്ടി. എന്നിട്ട് ഉരുളി കെട്ടാൻ ഭാവിച്ചപ്പോ എന്താ? 2 വിരല് നീളം പോരാ. അപ്പോ ആ കയറിന്റെ കൂടെ വേറൊരു കയറും കൂടി ചേർത്ത് കൂട്ടിക്കെട്ടി. യഥാസീത്തദവിന്യൂനം തേന അന്യദവേ സന്തതേ തദവിദ്വങ്കുലം ന്യൂനം യഥാദത്ത ബന്ധനം. ആ കയറും 2 വിരല് നീളം പോരാതെ. അപ്പൊ അതിനോട് പിന്നെ അതിന്റെ കൂടെ വേറൊരു കയറും കൂടി ചേർത്തു. ഇങ്ങനെ എത്രയോ കയറ് കൂട്ടി ചേർത്തിട്ടും അതൊക്കെ 2 വിരല് നീളം പോരാ. ഉണ്ണി ഇങ്ങനെ അനങ്ങാതെ ഒരു കള്ള സങ്കടമായിട്ട് ഇങ്ങനെ നിക്കണുണ്ട്. യശോദയ്ക്കാണെങ്കിൽ കെട്ടാനും പറ്റണില്ല. അങ്ങനെ യശോദ ക്ഷീണിക്കണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.